ആ ടാങ്ക് കണ്ടു മടുത്തു. അപ്പോൾ ഞാനത് പൊളിച്ചിട്ട് വീണ്ടും റീസ്കേപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ അക്വേറിയം മെയിൻ്റനൻസിനെ കുറിച്ചും ഫിഷ് കീപ്പിങ്ങിനെ കുറിച്ചും എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ റോക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ടാങ്കിന്റെ ഹാർഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർഗ്രൗണ്ടിൽ മൈക്രാന്തിമം ഉംബ്രോസം അഥവാ മോണ്ടി കാർലോ എന്ന ചെടിയാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഇത് വളർന്ന് പടർന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഓരോ ചെടികളും പരസ്പരം ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹെയർ ഗ്രാസിന് പുറകിലായി എലിയോചെറിസ് അസിക്കുലാരിസ് അഥവാ ജാപ്പനീസ് പറൂല ഹെയർ ഗ്രാസ് എന്ന ചെടിയാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഹെയർ ഗ്രാസ് വളർന്നു കഴിയുമ്പോൾ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തിക്കായോ ഇരിക്കണം. കല്ലിൻ്റെ മുകളിൽ മോസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് വീപ്പിംഗ് മോസ് അല്ല, പ്ലെയിൻ മോസ് ആണ്. ഇതിന് പുറകിലായി കുത്തി കൊടുക്കുന്നത് സജിറ്റേറിയ സുബുലാട്ട എന്ന ചെടിയാണ്. സജിറ്റേറിയയുടെ വെറും 3 ആഴ്ചത്തെ വളർച്ചയാണിത്. ആവശ്യത്തിന് ഗ്രീൻ കളർ ചെടികളായി. ഇനി ഒരു ബ്രൗണിഷ് കളറിന് വേണ്ടി ക്രിപ്റ്റോകൊറിൻ വെന്റി ട്രോപ്പിക്ക വെച്ച് കൊടുത്താലോ? ക്രിപ്റ്റോകറിന്റെ വലിയ ഇലകൾ ഇതിനിടയിൽ നന്നായി തന്നെ ഇരിക്കും. ക്രിപ്റ്റോകറിനോട് ചേർന്ന് കുറച്ച് അൾട്രനാന്ദ്ര റൈനിക്കി മിനി എന്ന മിഡ് ഗ്രൗണ്ട് പ്ലാന്റ് കൂടെ വെച്ചു കൊടുക്കാം. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ്സ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ടാങ്ക് കംപ്ലീറ്റ് ആയി. 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള ടാങ്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. സൺസണിൻ്റെ ADS സീരീസിലുള്ള ലൈറ്റുകളാണ് ഇതിലേക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് റോട്ടാല റോട്ടുണ്ടിഫോളിയ ഹൈറെഡും പിന്നെ റോട്ടാല റോട്ടുണ്ടിഫോളിയ ഗ്രീനും അതിനോട് ചേർന്ന് നിൽക്കുന്നത് റോട്ടോള റോട്ടുണ്ടിഫോളിയ മിനി ബട്ടർഫ്ലൈ എന്ന പ്ലാന്റുമാണ്. രണ്ട് ബബിൾസ് പെർ സെക്കൻഡ് എന്ന രീതിയിലാണ് ഈ ടാങ്കിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ 8 മണിക്കൂറാണ് ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നത്. കർദിനാൾ ടെട്രാസിനെയാണ് ഇതിൻ്റെ ഇൻമേറ്റ്സായി ഞാൻ ചൂസ് ചെയ്തത്. ഈ ടാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയോടുകൂടി വീണ്ടും കാണാം. ബൈ.